Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയും കോഴിയും ഒതന്റിക് റെസിപ്പിയാണ്. അത് നമുക്ക് ഈസ്റ്ററിന് ക്രിസ്മസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ട്രഡീഷണലി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഏകദേശം 1 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 തേങ്ങ നന്നായിട്ട് ചിരകിയതെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഈ തേങ്ങയും അരിപ്പൊടിയും കൂടെ നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് എടുക്കുകയാണ്. നന്നായിട്ടത് തിരുമ്മി എടുക്കണം. തേങ്ങയും അരിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റത്തേക്കിന് അടച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ചൂടായി വരുന്ന ഒരു പാനിലേക്ക് ഈ അരിപ്പൊടിയും തേങ്ങയുടെ മിക്സ് എടുത്തിട്ട് ഒന്ന് വറുക്കാം. ഒരുപാട് വറുത്തെടുക്കണ്ട, പുട്ടുപൊടിക്കൊക്കെ വറുക്കുന്ന പോലെ അത്രയും വറുക്കണ്ട. പക്ഷേ പുട്ടിൻ്റെയൊക്കെ ഏകദേശം മണമൊക്കെ വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വറുത്ത് കഴിഞ്ഞപ്പോൾ അതിലെ വെള്ളത്തിൻ്റെ കണ്ടലൊക്കെ മാറി ഒരു പുട്ടിൻ്റെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനിത് അടുപ്പിൽ നിന്നും എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എടുക്കാം. 5-6 കൊച്ചുള്ളി, 2-3 ചെറിയ വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം. ഇത്രയും എടുത്തതിന് ശേഷം നമുക്കൊരു ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് പോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പിൽ തിളയ്ക്കാനായി വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഈ മിക്സ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് അതിലെ മണമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചു. ജീരകത്തിൻ്റെയും ഈ ഉള്ളിയുടെയൊക്കെ സ്മെല്ലൊക്കെ ഈ വെള്ളത്തിൽ പിടിച്ചിട്ടുണ്ട്. തീ സിമ്മിലാക്കി ഇടുക. തീ ഓഫ് ചെയ്യേണ്ട. അടുപ്പിൽ തന്നെ വെള്ളം വെക്കുക. കുറച്ചായിട്ട് വെള്ളമെടുത്ത് നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിനുണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് എടുക്കുന്നത്. കുറച്ചായിട്ട് ആ വെള്ളം ചേർത്ത് കൊടുക്കുക. അടുപ്പ് ഓഫ് ചെയ്യേണ്ട. അപ്പം ആവശ്യത്തിന് നനഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് കുറച്ച് നേരത്തേക്കിന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് തണുക്കണ്ട. പകുതി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ചൂടോടുകൂടി തന്നെ വേണം പിടിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് കുറച്ച് തണുപ്പ് പോയി കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ കൈയൊക്കെ ചുമന്ന് വരും. അപ്പോൾ നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ സൈഡിലൊരു ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുക. അതിലൊന്ന് കൈ മുക്കിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ പിടി ഉണ്ടാക്കുന്ന പറയുമ്പോൾ നമ്മൾ കുടുംബമായിട്ട് പണ്ടൊരു കൂട്ടായ്മ പോലെയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ സൊറയൊക്കെ പറഞ്ഞിരുന്ന് ഫാമിലിയായിട്ട് തന്നെ നമുക്ക് ഈ പിടി TV ഒക്കെ കണ്ടിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ പിടി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കുഴച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പിടി തീരെ ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ എല്ലാവർക്കും കൂടെ എൻ്റെ മക്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവരും അങ്ങനെ അതങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒരു വലിയ ട്രെയിലേക്ക് എടുത്ത് മാറ്റാം. പിടി പിടിച്ചത് ഒരിക്കലും ഒന്നിൻ്റെ പുറത്തേക്ക് എടുത്ത് വെക്കരുത്. ഇത് ചൂടോടുകൂടി തന്നെ പിടിക്കുകയും വേണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിങ്ങനെ 1 by 1 ആയിട്ട് നിരത്തി വെക്കുക. ഇപ്പോൾ വലിയൊരു ട്രേ ആയതുകൊണ്ട് ഇതിലെല്ലാം കൊള്ളും. അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. വരിയായിട്ടിരിക്കുന്നുണ്ട്, നല്ല ഭംഗിയില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക. അടുപ്പിൽ വെക്കുക. കുറച്ച് വെള്ളം വെക്കുക. അതിൽ നമ്മൾ നേരത്തെ ചതച്ചടിച്ച് തിളപ്പിച്ച ആ ഒരു മിക്സ് വെള്ളം അതിലേക്കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓർക്കുക, നമ്മുടെ പിടിക്കകത്ത് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നേരത്തെ ഈ മിക്സ് ചെയ്തെടുക്കുന്ന വെള്ളത്തിലും ആവശ്യത്തിന് ഉപ്പുണ്ട്. എന്നാൽ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പിടി എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർത്താലും മതി. നിങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒന്നിൻ്റെ പുറത്ത് ഡാമേജ് ഒന്നും വരാതെ നമുക്ക് കിട്ടും. അപ്പം അതിലേക്ക് കുറച്ച് ഒരു പിടി തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് കിടന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്കൊരു പാത്രത്തിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങയുടെ 2ാം പാല് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങയുടെ ഈ 2ാം പാലിൽ കിടന്നിട്ട് ഒരു മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ
ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് വേണം നന്നായിട്ട് വെന്ത് വരാനായിട്ട്. 8-10 മിനിറ്റ് അങ്ങനെ അത് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ വെന്ത് കുറുകി കളറൊക്കെ ചെറുതായിട്ട് മാറി ഒരു നല്ല ക്രീം കളറിലേക്കൊക്കെ മാറുന്ന പരുവത്തിൽ നമുക്കിതൊന്ന് നോക്കാം. പല്ലിപ്പിടിയൊക്കെ ഒട്ടും പൊട്ടാതെ എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അരിപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ പിടിയേൽ തൊടാൻ പാടില്ല. അല്ലാതെ നമ്മൾ അതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വെന്തതിന് ശേഷം തേങ്ങയുടെ 1/4 പാലും കൂടി ഒരു 3/4 ഗ്ലാസ് വരുന്നുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇത് ഈ ഒരു പരുവത്തിലാണെങ്കിലും ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത്, നല്ല കുറുകി വരും. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള കോഴിക്കറി ഇനി ഉണ്ടാകും. കോഴിക്കറിക്ക് ആദ്യമേ തന്നെ അടുപ്പിൽ ഒരു പാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുക. എൻ്റെ ഇല്ലായിരുന്നു ഫ്രൈ ചെയ്യാൻ. അപ്പം അതിനുശേഷം ഉള്ളി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി ആണെങ്കിൽ അത്രയും നല്ലത്. സവാള ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒരു 1.5 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുന്നു. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്, 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് സോട്ട് ചെയ്തതിൻ്റെ പച്ചച്ചുവപ്പ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് പച്ചച്ചുവയ്ക്ക് മാറി നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ സിമ്മിലാക്കിയത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചച്ചുവയ്ക്ക് ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നതിന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളമൊക്കെ പോയിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് നമ്മൾ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്കിന് ഒന്ന് അടച്ചു വെക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിന് താഴെ വെച്ചിട്ട് നമുക്ക് കുറച്ചൊരു 2-3 മിനിറ്റത്തേക്കിനും ഇതൊന്ന് വേവിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് കുക്കാവാനായിട്ട് വെക്കാം. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന ഈ ഒരു പരുവത്തിൽ നമുക്കിതിൻ്റെ മൂടിയൊന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിൽ ഞാൻ തക്കാളിക്കൊന്നും ചേർക്കുന്നില്ല, ഒരുപാട് വെള്ളവും ചേർക്കുന്നില്ല. ഇനി ചിക്കൻ കഷ്ണങ്ങളിൽ നിന്നും വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ഇനി ഇതൊരു മൂടി കൊണ്ട് അടച്ചു വെച്ച് നമുക്കൊരു 8-10 മിനിറ്റത്തേക്കിന് കുക്ക് ചെയ്യാനായിട്ട് അനുവദിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല മണമൊക്കെ വന്നിട്ട് അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. തക്കാളി കിട്ടില്ലെങ്കിലും നല്ല കൊഴുപ്പൊക്കെ ഉണ്ട്. തേങ്ങാക്കൊത്തും കൂടെ ഒക്കെ ഒന്ന് ചെയ്തിട്ട് എടുത്താലും നല്ലതാണ്. ചിക്കൻ കറി എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. വറുത്തരച്ച ചിക്കൻ കറി, അല്ലാതെ തക്കാളിക്കിട്ട് ചിക്കൻ കറി, ചിക്കൻ പെരട്ട്, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചിക്കൻ കറി പിടിയിലും കൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ
പിടിയും കോഴിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാനൊക്കെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. കുറച്ചായിട്ട് പ്ലേറ്റിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. പെർഫെക്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.